അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സമസ്ത 100 പ്രകാശ വർഷങ്ങൾ അതിൻ്റെ വിളംബരമായിരുന്നു ഇന്നലെ കോട്ടക്കൽ വെച്ച് നടന്നത്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ആധികാരികമായി അത് പ്രഖ്യാപിച്ചു. അത് എവിടെയാണ്? മലപ്പുറത്താണ്. എപ്പോഴാണ്? 2027 ജനുവരിയിൽ 28, 29, 30, 31 തീയതികളിലാണ് നടക്കുക എന്ന് ഇന്നലെ അതിൻ്റെ പ്രഖ്യാപനമാണ്. ഉസ്താദിന്റെ ആ ആവേശവും കണ്ട് ഒരു 100ാം വാർഷികത്തിന്റെ ഒരു അനുഭവം പോലെ എല്ലാവരും ആവേശവാന്മാരെ. അതിനിടയ്ക്ക് ഉസ്താദ് പറഞ്ഞു, നാം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷം എല്ലാവരും പ്രാർത്ഥിക്കണം, കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സന്ദർഭമാണ് അത്. എന്തിനാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? ഉസ്താദിന്റെ ആ വാക്കുകൾ എല്ലാവരെയും ആവേശം ഉൾക്കൊള്ളിച്ചത് എന്താണ് എന്ന് നാം വീണ്ടും വീണ്ടും നോക്കി. ഇനൊന്നുകൂടി അത് നമുക്ക് കേൾക്കാം. 100 പ്രകാശ വർഷങ്ങൾ സമസ്ത സെമിനറി കോൺഫറൻസ് 2027 ജനുവരി മാസം 28, 29, 30, 31 ഈ 4 ദിവസങ്ങളിലായി മലപ്പുറത്ത് വാദി ഹറമയിൽ വെച്ച് അത് നടക്കും. അത് വാദി ഹറമയിൽ വെച്ച് അത് നടക്കുമെന്നാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ പറഞ്ഞപ്പോൾ എല്ലാവരും ആവേശത്തിലായി. അല്ലാഹു തആല ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും നമുക്കും അല്ലാഹു തന്നു അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിന്റെ ആവേശം കണ്ടപ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹു തആല ഇനിയും കൂടുതൽ ആവേശത്തിൽ അല്ലാഹു തആല ആരോഗ്യത്തോടുകൂടെ ദീർഘായുസ് അല്ലാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അതെ, നിങ്ങൾക്ക് ദുആ ചെയ്യുക. ബഹുമാനപ്പെട്ട തങ്ങളവർകളും മറ്റും സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. തക്ബീറോട് തക്ബീറാണ്. അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട്. എന്നാൽ അവർ MLA സ്ഥാനം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ഉസ്താദിന്റെ ആ ഒരു ശൈലിയും ആ ഒരു പറച്ചിലും വളരെ ആവേശം, വീണ്ടും ആവേശം ഉൾക്കൊള്ളിക്കുന്നതാണ്. അല്ലാഹു തആല ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത്, മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അതെന്തായിരുന്നു അന്ന് അവിടെ ചർച്ച ചെയ്തത് എന്നോ എന്താണ് വിഷയമെന്നോ ഇപ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് അറിയുകയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ സൗഹാർദ്ദമായി ഇരുന്ന്
ചർച്ച ചെയ്ത് രണ്ട് സമസ്ത ഇല്ലാതെ ഒരു സമസ്തയായി വരാൻ ഐക്യത്തിന് വേണ്ടി ചർച്ച ചെയ്യാനും ഇരിക്കാനും ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. അതിനിവിടുത്തെ ആര്യങ്ങളും സഹിതന്മാരും മഹാന്മാരെല്ലാവരും ഒത്തൊരുമിച്ച് വരണം. അത് നിങ്ങളെല്ലാം തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുക. അല്ലാഹു തആല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി തരാൻ. നമുക്കിവിടെ ഭിന്നിപ്പ് പറഞ്ഞുകൊണ്ട് കക്ഷിത്വം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല. പറഞ്ഞാണ്ട് ദുആ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതെല്ലാം അല്ലാഹു തആല വളരെ സന്തോഷത്തിൽ പൂർത്തിയാക്കി തെരുമാറാകട്ടെ. സുന്നി ഐക്യം അത് എങ്ങനെ ആയിരിക്കണമെന്ന് ഉസ്താദ് പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് പിരിഞ്ഞു വന്നത് എന്നും അതിൻ്റെ കാരണങ്ങളും പറഞ്ഞു. അത് ഏതൊരു ബുദ്ധിയുള്ള ആൾക്കും മനസ്സിലാകുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് വളരെ മനോഹരമായി നമ്മളെ അറിയിച്ചു. അതുകൊണ്ടാണ് എല്ലാവരും ആവേശത്തിലായ. ഈ പ്രായത്തിലും നമ്മളെ ആവേശം കൊള്ളിക്കുന്ന ഉസ്താദ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള മഹാന്മാരുടെ തണലിലായി ഒരുപാട് കാലം അല്ലാഹു തആല നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിന്റെ ഒരു ആവേശം, സുന്നത്ത് ജമാഅത്തിലുള്ള ഒരു ആവേശം, അത് നാം എല്ലാം കണ്ടു പഠിക്കാം. ഉസ്താദ് അവിടുത്തെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിക്കാനും നടക്കാനും യാത്ര ചെയ്യാനും ഉപയോഗിച്ചതാണ്. ഇൽമിന്റെ രംഗത്തായാലും ഏത് രംഗത്തായാലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു കാവൽക്കാരനെ പോലെയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ. അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഉസ്താദിന് പ്രാർത്ഥനയുമായി മുന്നോട്ട് വരുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഉസ്താദിന് ഒരുപാട് കാലം ആഫിയത്തോടുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. തബക്കും അവരുടെ പിന്നിലായി അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിന്റെ ആ വാക്കുകൾ വീണ്ടും വീണ്ടും നാം കേട്ട്, ഞാനോ എത്ര പ്രാവശ്യം അതിനെ കേട്ട് എനിക്ക് പിന്നെയും കേൾക്കാം എന്നൊരു ആഗ്രഹം വരുന്നു. ഉസ്താദിന്റെ ആ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വിഷയങ്ങൾ വീണ്ടും കുറെ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാം നാം കേട്ട് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കാൻ എല്ലാവരും ശ്രമിക്കണം. യഥാർത്ഥ ഹനീഫ മുസ്ലിമാണ്, അതായത് യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത്. അത് മുത്തനാശയക്കാരോട് ചിരിച്ചു കളിച്ചുകൊണ്ട് അവരോട് നാം കൂട്ടുചേർന്നുകൊണ്ടുള്ള ഒരു അല്ല, മറിച്ച് ഹനീഫൻ ഹക്കായ മതത്തിലേക്ക് മുഴുവനായി ചാടി വിധേയികളോട് മുഴുവനായിട്ട് മാറി നിന്നുകൊണ്ടുള്ള ഒരു സുന്നത്ത് ജമാഅത്താണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.